ഗുജറാത്ത് കലാപക്കേസിലെ 11 കുറ്റവാളികൾക്കും ഗുജറാത്ത് സർക്കാരിനും തിരിച്ചടി. കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. കുറ്റവാളികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല. കോടതിയെ വഞ്ചിച്ചാണ് ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള 2022 വിധി കുറ്റവാളികൾ നേടിയതെന്നും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. 11 കുറ്റവാളികളും രണ്ടാഴ്ചയ്ക്കകം കീഴടങ്ങണമെന്നാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭുയൻ എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചിന്റെ വിധി. ഗുജറാത്ത് കലാപക്കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ. സാമൂഹികമായി പിന്നോക്കമാണെങ്കിലും ഏത് വിശ്വാസം പിന്തുടരുന്നുവെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു. പ്രതികാരത്തിനല്ല, നവീകരണത്തിന് വേണ്ടിയാണ് ശിക്ഷ. 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല. മഹാരാഷ്ട്ര സർക്കാരാണ് കുറ്റവാളികളുടെ ശിക്ഷാ ഇളവിൽ തീരുമാനമെടുക്കേണ്ടത്. അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഗുജറാത്ത് സർക്കാർ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ അധികാരത്തിൽ ഗുജറാത്ത് സർക്കാർ കടന്നുകയറി. ശിക്ഷാ ഇളവ് തേടി ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാമെന്ന 2022 മെയ് 13 സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതല്ല. 2015 ശ്രീഹരൻ കേസിലെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമാണ് 2022 സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിക്ക് മുന്നിൽ കുറ്റവാളികൾ വസ്തുതകൾ വെളിപ്പെടുത്തിയില്ല. കുറ്റവാളികൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ശുദ്ധമായ കൈകളോടെയല്ല കുറ്റവാളികൾ ശിക്ഷാ ഇളവ് തേടിയത്. വഞ്ചനാപരമായ മനസ്സോടെ കുറ്റവാളികൾ കോടതിയിൽ ഹർജി നൽകി. പ്രതികൾ എത്ര ഉന്നതരായാലും നിയമത്തിന് അതീതരല്ല. നീതി എന്നത് വെറും അക്ഷരങ്ങളല്ല, അർത്ഥമുള്ള വാക്കാണത്. അതെന്താണെന്ന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അറിയാം. കുറ്റവാളികളോടുള്ള സഹതാപത്തിനും അനുകമ്പയ്ക്കും നിയമവാഴ്ചയിൽ സ്ഥാനമില്ല. ജനാധിപത്യത്തിൽ നിയമവാഴ്ച സംരക്ഷിക്കപ്പെടണം. കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ എല്ലാ ഉത്തരവിനും ഒരേ രൂപമാണ്. 11 കുറ്റവാളികളും 2 ആഴ്ചയ്ക്കകം ജയിലിലെത്തി കീഴടങ്ങണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബിൽക്കിസ് ബാനുവിന്റെ ഹർജിക്കൊപ്പം എല്ലാ പൊതുതാൽപര്യ ഹർജികളും നിലനിൽക്കും എന്നുമാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ. സ്ത്രീകളുടെ മഹത്വവും നിയമത്തിലുള്ള വിശ്വാസവും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേതെന്ന് ബിൽക്കിസ് ബാനുവിന്റെ അഭിഭാഷക വൃന്ദ ഗ്രോവർ പ്രതികരിച്ചു. It's a very good judgment which has upheld the rule of law and the faith of the people of this country, particularly the women of this country, in rule of law, in the legal system, in the courts, and that there is an assurance of justice. In a very detailed judgment authored by Justice Nagaratna, it's a judgment of both the honorable judges, Justice Nagaratna and Justice Bhuya. They have very categorically stated what is the legal analysis and reason for setting aside, quashing the remission orders and directing the convicts to return to prison within a fortnight. The court has said, and it's a scathing indictment of the state of Gujarat. The court has said that the law is clear. The appropriate government is the government where the accused are tried and sentenced, which, as we know, in the case of Bilkis Bano, which is a case emerging from the violence that took place in 2002 in Gujarat. And in this particular trial, there were about 14 counts of murder, including little babies and infants and gang rapes of women. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നടക്കമുള്ള സുപ്രധാന കാര്യങ്ങൾ ഈ വിധി പ്രസ്താവത്തിലുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ബിൽക്കിസ് ബാനുവിന്റെ അഭിഭാഷക ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ അങ്ങേയറ്റം സമ്പൂർണ്ണമായും സ്വാഗതം ചെയ്താണ് അഭിഭാഷകരെല്ലാം, അതായത് ബിൽക്കിസ് ബാനുവിൻ്റെ അഭിഭാഷകരും പൊതുതാൽപര്യ ഹർജിയിലെ അഭിഭാഷകരും എല്ലാം പ്രതികരിക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും സുപ്രധാനമായും ഇവരെല്ലാം വിമർശിക്കുന്നത് ഗുജറാത്ത് സർക്കാരിൻ്റെ നടപടിയാണ്. കാരണം ഗുജറാത്ത് സർക്കാർ പ്രതികൾക്ക് 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ നടപടി ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലാത്തതാണ്. അത്തരമൊരു ശിക്ഷാ ഇളവ് നൽകാൻ അധികാരമില്ല എന്ന കാര്യമാണ് ഇവർ വാദമായി ഉന്നയിച്ചത്. അല്ലെങ്കിൽ സുപ്രീം കോടതി ആ വാദം ശരിവെക്കുമ്പോൾ അതിനെ സമ്പൂർണ്ണമായി അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സമ്പൂർണ്ണമായും ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടിയാണ് ഇത് എന്ന് തന്നെയാണ് എല്ലാ അഭിഭാഷകരുടെയും പ്രതികരണവും.
ഈ ഹർജിക്കാരായ എല്ലാ അഭിഭാഷകരുടെയും പ്രതികരണം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഇത്തരം ഇത് ഒന്ന് ഈ രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം തന്നെ ഈ രാജ്യത്തിന് പുറത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഗുജറാത്ത് കലാപക്കേസ്. ആ ഗുജറാത്ത് കലാപക്കേസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള കുറ്റകൃത്യമാണ് ബിൽക്കിസ് ബാനുവിനെതിരായ കൂട്ടബലാത്സംഗം. ബിൽക്കിസ് ബാനുവിൻ്റെ കൂട്ടബലാത്സംഗം 2022 മാർച്ച് മാസം 2-ാം തീയതിയാണ് സംഭവിക്കുന്നത്. അന്ന് ആ കലാപത്തിൻ്റെ ഒപ്പം ഇത് സംഭവിക്കുമ്പോൾ ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബാംഗങ്ങളായ 7 പേരെ നിഷ്ഠൂരം ഈ പ്രതികൾ കൊലപ്പെടുത്തി. ഈ കൊലപാതകം മാത്രമല്ല, ഏതാണ്ട് 3ഓളം കൊലപാതക കേസുകളിലാണ് ഇവർ പ്രതികളായത്. മറ്റ് കൂട്ടബലാത്സംഗ കേസുകളിലും പ്രതികളായി. അങ്ങനെയുള്ള കുറ്റവാളികളെ ഇവർ വിചാരണ ബോംബെയിലേക്ക് മാറ്റുന്നു, മഹാരാഷ്ട്രയിലേക്ക് മാറ്റുന്നു. അവർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നു. അവരുടെ ശിക്ഷാവിധി ബോംബെ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുറ്റവാളികളുടെ ശിക്ഷയിലാണ് ഇളവ് നൽകുന്നത്. അങ്ങനെയുള്ള കുറ്റവാളികൾ ശിക്ഷാ ഇളവിന് അർഹരാണോ എന്നതായിരുന്നു സുപ്രീം കോടതി പരിശോധിച്ചത്. അവർ ശിക്ഷാ ഇളവിന് അർഹരല്ല എന്ന് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ BV നാഗരത്നയും ഒപ്പം ഉജ്ജ്വൽ ഭുയനും വ്യക്തമാക്കുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെ അക്കാര്യം അവരുടെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഈ ഹർജിയുമായി സമീപിച്ച ഈ കുറ്റവാളികളുടെ നടപടിയാണ്. അവർ 2022 മെയ് 13 ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും നേടിയിരുന്നു. ആ ഉത്തരവ് ശിക്ഷാ ഇളവ് തേടി ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാമെന്നതായിരുന്നു. പക്ഷേ ഈ ശിക്ഷാ ഇളവ് തേടി ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കുമ്പോൾ നേരത്തെ ഗുജറാത്ത് അത്തരമൊരു വിധി നേടിയത് തന്നെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയെ വഞ്ചിച്ചു, അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് നടത്തിയാണ്, വസ്തുതകൾ തമസ്കരിച്ചാണ്, അല്ലെങ്കിൽ വസ്തുതകൾ കോടതിയെ അറിയിക്കാതെയാണ് അത്തരമൊരു അനുകൂലമായ ഉത്തരവ് നേടിയത്. ഇത് 2015 ശ്രീഹരൻ കേസിലെ 9-അംഗ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ വസ്തുതകൾ കോടതി അറിയിക്കാതെ നേടിയ അത്തരമൊരു വിധി നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വിരുദ്ധമായ ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഗുജറാത്ത് സംസ്ഥാന സർക്കാരിനൊപ്പം ഈ 11 കുറ്റവാളികൾക്കും നേരെ അതിരൂക്ഷമായ വിമർശനം കൂടിയാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്.